ഹലോ. നിങ്ങള് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ ആണോ അതോ ഫിക്സിംഗ് സ്പ്രേ ആണോ അടിക്കുന്നത്? സെറ്റിംഗ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ മേക്കപ്പ് ഇടുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഇട്ടാലും പൗഡർ ഇട്ട് കഴിഞ്ഞാലും നമുക്കൊരു കേക്കി ഫീൽ തോന്നും. അതുപോലെ തന്നെ ഒരു പൗഡറിഷ് ഫീൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാം. അതായത് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അതുപോലെ കൺസിലർ ഇട്ടിട്ട് പൗഡർ ചെയ്യുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് വേണം നമുക്കിങ്ങനെ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. മേക്കപ്പ് അങ്ങോട്ട് മെൽറ്റായി നല്ല നാച്ചുറൽ ഫിനിഷിൽ കിട്ടും. അതിനാണ് സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നത്. ഉദാഹരണത്തിന് മാക്കിന്റെ ഫിക്സ് പ്ലസ് ഉണ്ട്, അത് സെറ്റിംഗ് സ്പ്രേ ആണ്. അത് നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കില്ല, പക്ഷെ മേക്കപ്പ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ സ്കിന്നിലേക്ക് മേക്കപ്പ് ബ്ലെൻഡായി നല്ല നാച്ചുറൽ ആയിട്ടിരിക്കും. മേക്കപ്പിന്റെ ഇടയിൽ യൂസ് ചെയ്യുന്നതാണ് സെറ്റിംഗ് സ്പ്രേ. ഫിക്സിംഗ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ വേർത്താലോ അല്ലെങ്കിൽ മുഖത്ത് വെള്ളം ഒഴിച്ചാലോ ഒക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേ ആണ് ഫിക്സിംഗ് സ്പ്രേ. ഇപ്പം ബ്രൈഡൽ മേക്കപ്പിനൊക്കെ ഫൈനലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രേ ആണ് ഫിക്സിംഗ് സ്പ്രേ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാറിപ്പോകാനുള്ള കാരണം പല ഫിക്സിംഗ് സ്പ്രേയിലും ബോട്ടിലിൽ എഴുതിയിരിക്കുന്നത് സെറ്റിംഗ് സ്പ്രേ എന്നാണ്. അർബൻ ഡിക്കേൻ്റെ ആ ഫിക്സിംഗ് സ്പ്രേ ആണ്, അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്പ്രേ ആണ്. അതിൽ എഴുതിയിരിക്കുന്ന സെറ്റിംഗ് സ്പ്രേ എന്നാണ്. അപ്പോൾ ചില ബ്രാൻഡുകൾ നമ്മളെ കൺഫ്യൂസ് ആക്കാറുണ്ട്. പക്ഷേ ഇത് തിരിച്ചറിയാനായിട്ട് ഒരു ഐഡിയ ഉണ്ട്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. രണ്ട് സ്പ്രേയും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് സ്പ്രേയും തമ്മിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് കുളമാവും. കാരണം ഫിക്സിംഗ് സ്പ്രേ നമ്മുടെ മേക്കപ്പിൻ്റെ ഇടയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാവും. പിന്നെ നമുക്ക് പൗഡർ ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല, സ്റ്റിക്കി ഫീൽ വരും. അതുപോലെ തന്നെ സെറ്റിംഗ് സ്പ്രേ കൊണ്ടുപോയി ഫൈനൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒന്നും കൂടി അങ്ങ് ബ്ലെൻഡ് ആയി പോകും, ലാസ്റ്റ് ചെയ്യത്തില്ല, മെൽറ്റ് ആയി പോകും. അപ്പോൾ ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി സെറ്റിംഗ് സ്പ്രേയും ഫിക്സിംഗ് സ്പ്രേയും വാങ്ങിക്കുന്നവർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഇതിനെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മേക്കപ്പ് ആർട്ടിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് വെക്കുക എപ്പോഴും. ഓക്കെ, ബൈ.